മൂന്നാറിലെത്തിയ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെതിരെ മൂന്നാറിലെ ഒരു വിഭാഗം ടാക്സി തൊഴിലാളികളുടെ കരിങ്കൊടി പ്രതിഷേധം. വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ ഡബിൾ ഡെക്കർ ബസ് എത്തിക്കുന്നത് തങ്ങളുടെ തൊഴിൽ മേഖലയെ പ്രതികൂലമായി ബാധിക്കുമെന്ന് സൂചിപ്പിച്ചായിരുന്നു തൊഴിലാളികളുടെ പ്രതിഷേധത്തിനെതിരെ ഗതാഗത വകുപ്പ് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ മറുപടി നൽകി. KSRTC മൂന്നാറിലെത്തിച്ച റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസിന്റെ ഉദ്ഘാടന ചടങ്ങിന് തൊട്ടു മുമ്പായിരുന്നു മൂന്നാറിലെ ഒരു വിഭാഗം ടാക്സി തൊഴിലാളികൾ കരിങ്കൊടി പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. ഉദ്ഘാടനത്തിനായി മന്ത്രി എത്തിയ സമയം ചടങ്ങ് നടക്കുന്ന KSRTC ഡിപ്പോയ്ക്ക് സമീപം പഴയ മൂന്നാറിൽ ദേശീയപാതയൊരുത്ത കരിങ്കൊടികളുമായി നിന്നായിരുന്നു പ്രതിഷേധത്തിനെതിരെ ഗതാഗത വകുപ്പ് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ മറുപടി നൽകി. ഇന്ന് കരിങ്കൊടി കാണിക്കാൻ വന്നവരെ കണ്ടപ്പോൾ എനിക്കൊരു ആശയം മനസ്സിലുദിച്ചു. മൂന്നാറിന്റെ നന്മയ്ക്കുണ്ടുള്ള ആശയമാട്ടോ ഈ ആറ്റിറ്റ്യൂഡ് ട്രെയിനിങ് സെന്റർ പോയതുപോലെ. ആ ആശയം എന്ന് പറയുന്നത്, എന്തുകൊണ്ട് ഈ ബസ് സ്റ്റേഷനിൽ നിന്നും സാധാരണക്കാർക്ക് ഒരു ചെറിയ തുകയ്ക്ക് മൂന്നാറിന്റെ എല്ലാ നല്ല ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ ചെറിയ വണ്ടികൾ ഓടിച്ചുകൂടാ എന്ന് തോന്നുന്നു. KSRTC പുതിയ ചെറിയ വണ്ടികൾ വാങ്ങിക്കാം, വേണമെങ്കിൽ ഒരു ദാനം ചേട്ടം ഇങ്ങോട്ട് വിടാം. കാരണം ഇവിടെ കിടക്കുന്ന ഈ ബസ് എല്ലാം നഷ്ടത്തിലാണ് ഓടുന്നത്. മൂന്നാർ ബസ് ഡിപ്പോ നിലനിൽക്കുന്നത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഓടി വരുന്ന ദീർഘദൂര സർവീസുകൾ കൊണ്ട് മാത്രമാണ്. ഈ വണ്ടി അടക്കം പരിശോധിക്കാൻ ഞാൻ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരോട് പറയാം. ഈ ഓടുന്ന ഊബർ വണ്ടികളും ഈ ഓട്ടോറിക്ഷകളും റോയൽ വ്യൂ എന്ന KSRTC ബസ്സും നികുതി അടച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാം, ഇൻഷുറൻസ് ഉണ്ടോ എന്ന് പരിശോധിക്കാം, പുക പരിശോധിക്കാം. ഇതെല്ലാം പരിശോധിച്ചാണ് കൊണ്ടുവന്നത്. പുക പരിശോധിച്ചു, ഇൻഷുറൻസ് എടുത്തു, ടാക്സ് അടച്ചു, എല്ലാം ചെയ്തിട്ടാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷെ ഇതിനോടൊപ്പം ഓടുന്നവർക്കും ഇതെല്ലാം ഉണ്ടോ എന്ന് അടുത്ത ദിവസങ്ങളിൽ പരിശോധിച്ച് RTO റിപ്പോർട്ട് തരണം എന്ന് മാത്രമേ ഈ അവസരത്തിൽ RTOയോട് പറയാനുള്ളൂ. എല്ലാവരും റോഡിൽ ഓടുന്നവർ ടാക്സ് അടയ്ക്കണം. വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ ഡബിൾ ഡെക്കർ ബസ് എത്തിക്കുന്നത് തങ്ങളുടെ തൊഴിൽ മേഖലയെ പ്രതികൂലമായി ബാധിക്കുമെന്ന് സൂചിപ്പിച്ചായിരുന്നു തൊഴിലാളികളുടെ പ്രതിഷേധം.